എന്താ ഈ ദിവസത്തിന്റെ പ്രത്യേകത? ഏത് വേൾഡ്? അപ്പൊ എയ്ഡ്സ് എന്താ? എയ്ഡ്സ് എന്താ? എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഇതാണ്. തുടങ്ങാതെ. എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അക്യൂർഡ് ഇമ്മ്യൂണോ ലിപ് മൂവ്മെന്റ് തുടങ്ങി ഇവിടെ. നമുക്ക് HIV AIDS ഒന്നാണോ? HIV AIDS ഒന്നാണോ? അല്ല. അപ്പൊ എന്താ തമ്മിലുള്ള വ്യത്യാസം? എന്താ തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, നമുക്ക് തുടങ്ങാം, സെഷനിലേക്ക് കടക്കാം. സോ ആദ്യം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച കോളേജിലെ എല്ലാ അധ്യാപകർക്കും, പിന്നെ നിങ്ങളെ കാണാൻ പറ്റിയതിൽ എനിക്കും അതിയായ സന്തോഷമുണ്ട്. എനിക്ക് ക്ലാസ് എടുക്കുന്നതിൽ കുറച്ച് ഭ്രാന്തില്ല ആളാണ്. അപ്പൊ ഞാന് പരമാവധി സമയം ഇല്ലെങ്കിലും ഞാൻ കണ്ടെത്താം. ഓക്കെ, ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ മുബഷിർ അലി. ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് എടുക്കാൻ അറിയാം. ഒന്നുകൂടി ഞാൻ ഇന്ററാക്റ്റീവ് ആയിട്ട് എടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാനൊരു ഐഡിയൽ ആയിട്ട് എടുത്തിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ നിങ്ങളെ ലെവലിലേക്ക് വന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. നമ്മൾ എപ്പോഴും പറയും, ഒരു പേഷ്യന്റ് നമ്മളെടുത്ത് വരുമ്പോൾ അവരുടെ ലെവലിലേക്ക് ഇറങ്ങണം എന്നാ പറയാ. അപ്പൊ ഒരു കുട്ടി നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടിയാവണം. അതിന്റെ അർത്ഥം ഞാൻ കുട്ടീനെ കൂടെ അങ്ങനെയൊന്നുമില്ല, ആ ലെവലിലേക്കൊന്നുമില്ല. നമ്മൾ നല്ല രീതിയിൽ കേട്ടോ. എപ്പോഴും നമ്മൾ യങ് ഏജ് ടീച്ചർമാരെ പ്രത്യേകത എന്താ? ഇവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇവരെ പ്രത്യേകത എന്താ? എന്നൊരു വൈബ് ഉണ്ടാവും അവർക്ക്. വേറെ ഒരു പ്രൊഫഷനും കിട്ടാത്തൊരു വൈബ് അവർക്ക് ഉണ്ടാവും. കാരണം എന്താ? നമ്മളൊക്കെ തന്ത വൈബ് പഠിക്കും, പെട്ടെന്ന് തന്ത വൈബ് പഠിക്കും. നമ്മളൊക്കെ ഇവിടുന്നാണ്ട് ഇറങ്ങി നോക്കണ്ടേ, ഇതൊക്കെ തന്തന്റെ തന്തയോ, അതായത് അങ്ങനെ വൈബ് അടിച്ചു പോകും നമ്മള്. പക്ഷെ ഇവൾക്കുണ്ടല്ലോ എന്നും ഈ ചെറിയ പ്രായത്തിലെ കുട്ടികളെ ഈ കരവലപ്പം ഉണ്ടാവുക. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് റീൽസ് ഒന്നുമില്ല. ഇപ്പൊ ഞാൻ എന്റെ കോളേജിലെ സാർമാരൊക്കെ നോക്കുകയാണ്. ഇപ്പൊ മീശമാധവനത്തെ മറ്റേ റീൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇങ്ങനെ വരുന്നത്, ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പൊ സാർമാരെ മാറി. കാരണം എന്താ? ഈ ജനറേഷൻ അനുസരിച്ചിട്ട് മാറും. ഇവർക്ക് പ്രായമാവില്ല, മമ്മൂട്ടിനെ വരെ തോൽപ്പിക്കുമല്ലേ. അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. റങ്കായി ഇന്ന് മതി. സാറ് ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ ഒരു കട്ടൻ ചായയും പരിപ്പൂടെ ഒക്കെ എനിക്ക് ഓഫർ ചെയ്യും. ഓക്കെ. അപ്പൊ ഈ വർഷത്തെ എയിമിന്റെ തീമേ, എയ്ഡ്സിന്റെ തീം എന്ന് പറയുന്നത് ഇതാണ്: ഓവർകമ്മിങ് ഡിസ്റപ്ഷൻ ട്രാൻസ്ഫോമിങ് ദ എയ്ഡ്സ് റെസ്പോൺസ്. അതായത് എയ്ഡ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ മുന്നേറാം, എയ്ഡ്സിനെ എങ്ങനെ പ്രതിരോധിക്കാം, അതുപോലെ തന്നെ എയ്ഡ്സുമായി എങ്ങനെ ജീവിക്കാം. ആരുമായിട്ടാണ് ജീവിക്കേണ്ടത്? എയ്ഡ്സ് ആയിട്ട് ജീവിക്കണോ? വേണ്ട? അത് ശരി, നല്ലതാ. എയ്ഡ്സ് ആയിട്ട് എങ്ങനെ ജീവിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് തുടങ്ങാം കേട്ടോ. ഫസ്റ്റ് നമ്മള് ഇൻട്രൊഡക്ഷൻ. എന്താ ഇപ്പൊ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരേണ്ട കാര്യം എന്താ? അപ്പൊ സാറ് അത് പറഞ്ഞു. ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്കൊക്കെ വയസ്സ് എത്ര? 40 എത്രയായിപ്പോ? 18. അത് ശരി, യങ്. ഓക്കെ. പിന്നെ ഒരു മാക്സിമം ഒരു 18 to 20, 23 വയസ്സല്ലേ നിങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഒരു പ്രായത്തിൽ 23 ഇല്ല, അത്ര ഒന്നും ആയിട്ടില്ല, 18 ആയിട്ടുള്ളൂ. അയ്യോടാ, 18 ആയിട്ടില്ലേ? ഓനൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ല പ്രായമുണ്ട്. നന്നല്ല കേട്ടോ, വെറുതെ പറഞ്ഞതാ, ജനറൽ ആയിട്ട് പറഞ്ഞതാ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പൊ ഇതില് നമ്മള് ഫസ്റ്റ് എന്താ ഈ ഒരു പ്രായത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താ അതില്? അതായത് 19, ഒരു 20, ഇതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്താ? ഇതിൽ നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? എത്ര ലവർ ഉണ്ടടാ എനിക്ക്? സത്യം പറഞ്ഞോ? ഇൻസ്റ്റഗ്രാമിൽ 1, സ്നാപ്ചാറ്റിൽ 1, വേറെ ബെസ്റ്റി കമ്പൈൻ സ്റ്റഡിക്ക് 1. ഇല്ല, ഞാൻ പഠിക്കാറേ ഇല്ല സാറേ. അനക്കുണ്ടാ? ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ബെസ്റ്റി ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. നമ്മളെ സമയത്തൊന്നും ഭാഗ്യം പഠിച്ചോ നമുക്ക് തന്നില്ല കേട്ടോ. ഓക്കെ, ബെസ്റ്റി ട്രെൻഡ്. പിന്നെ അടുത്തത് എക്സ്പെരിമെന്റിങ്. ഇല്ലാത്ത പരീക്ഷണങ്ങളൊക്കെ തുടങ്ങുന്ന സമയമാണിത്, പൊട്ടണ പ്രായം, ടീനേജ്. എന്തൊക്കെ ഉണ്ട് എക്സ്പെരിമെന്റ്? ഒന്നുമില്ല. ഓനെ ഇന്ന് നോക്കില്ല സാറേ, എനിക്ക് മടിയാവുന്നുണ്ട്. കളൊക്കെ വരക്കുന്നുണ്ട് താഴത്ത്. പെണ്ണാണെന്നൊന്നുമല്ല, എക്സ്പെരിമെന്റിങ്. എല്ലാ കാര്യങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു പ്രായം അല്ലേ? അപ്പൊ ഇതിലൊക്കെ ആളുകൾക്ക് തോന്നുന്ന എന്താ? ഈ പ്രായത്ത് എന്നാ ഒന്ന് പോയി ചെയ്ത് നോക്കിയാലോ, അങ്ങനെ ഒരു ട്രെൻഡ് അതിൽ വരിക. എന്നിട്ട് പോയി എന്ത് ചെയ്യാൻ നമ്മൾ കുടുങ്ങും. അപ്പൊ ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ എക്സ്പെരിമെന്റിങ് ഏജ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് സ്പാ. കിടിലൻ തായ് മസാജ്, തായ്ലാൻഡ്. ഇല്ല, ആരും പോയിട്ടില്ല? പാസ്പോർട്ട് എടുക്കാൻ സമയമായിരുന്നല്ലോ, പിന്നെന്താ? എല്ലാം വെയിറ്റ് ചെയ്ത് കേൾക്കാരം പട്ടായ ട്രിപ്പ് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷെ പണ്ടൊക്കെ പറഞ്ഞാൽ അവിടെ പോകണ്ടീനു. പക്ഷെ ഇപ്പൊ കൂണ് പോലെ നമ്മളെ നാട്ടിലുണ്ട് ഇതൊക്കെ. അപ്പൊ ഇവിടൊക്കെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഈ ട്രെൻഡൊക്കെ എല്ലാരും സ്പായെന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ? ഓളൊക്കെ അവിടെ മസാജ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും. ഇങ്ങോട്ട് തിരിച്ചെത്തിയിട്ടില്ല, ക്ലാസ്സൊക്കെ എത്തിയിട്ടില്ല. എല്ലാരും സ്പായെന്നുണ്ട് ഇറങ്ങിക്കോളിട്ടോ. മതി, ഇത്ര സുഖിച്ചൊക്കെ മതി. മസാജൊക്കെ കഴിഞ്ഞു. ഓക്കെ,
പിന്നെ അടുത്തത് ഡ്രഗ് യൂസേജ്. ഉപയോഗിക്കാറില്ല? അത് ശരി. ഡ്രഗ് യൂസേജ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡ്രഗ് യൂസേജ് നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. എല്ലാ ലാലേട്ടൻ ഫാൻസാ? അങ്ങനെയാണ്. ഓക്കെ. മമ്മൂട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ തൽക്കാലം നമുക്ക് ലാലേട്ടൻ പിടിക്കാം. അപ്പോൾ അതുപോലെ ഡ്രഗ് യൂസേജ്, അതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഈ ഒരു ഏജിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന എല്ലാ സാധനങ്ങളും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാനിതൊന്നും ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളെ ഇടയിൽ നിങ്ങൾ അറിയാതെ നിങ്ങളൊപ്പല്ല ചില ഫ്രണ്ട്സുകൾ ഇങ്ങനെ പോയി അബദ്ധത്തിൽ ചാടുന്നവരുണ്ട്. ഈ യങ് ഏജിൽ പോയി ചാടിയിട്ട് അവരെന്ത് ചെയ്യും? പിന്നെ ജീവിതകാലം മൊത്തം സഫർ ചെയ്ത് ഇവൻ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തുന്ന കുറെ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ളൊരു എന്താൻ പാടില്ല. ഈ ക്ലാസ് കേട്ട ഒരാളും ഇനി എന്താൻ പാടില്ല, അങ്ങനത്തതിലേക്ക് പോകാൻ പാടില്ല. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ്സിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ 20ാമത്തെ വയസ്സ് 19ാമത്തെ വയസ്സ് നിങ്ങളെ ബെസ്റ്റി കൾച്ചർ നിങ്ങൾ കൊണ്ടുവരണോ കുഴപ്പമില്ല, പക്ഷെ ശ്രദ്ധിക്കുക. എക്സ്പെരിമെന്റേഷൻ കൊണ്ടുവരണോ, ഒരു പരിധി വിട്ടിട്ടില്ല എക്സ്പെരിമെന്റേഷൻ വേണ്ട. ഇങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ലിമിറ്റ് വെച്ച് ചെയ്യാം. ആ ലിമിറ്റിൽ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങളെല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. ഇനി ഇതിനെ കുറിച്ചുള്ള അറിവൊക്കെ നിങ്ങൾക്ക് എവിടുന്നാ കിട്ടുന്നത്? സെക്സ് എന്ന് പറയുമ്പോ തന്നെ എന്താ വലിയ ക്രൈമാ, എന്റെ പടച്ചോനെ, വലിയ ക്രൈമാ. ഇത് എവിടുന്നാ ഈ വിവരങ്ങളൊക്കെ എവിടുന്നാ കിട്ടുന്നത്? നിങ്ങൾക്ക് ആർക്കും വിവരമല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഓപ്പൺ ആയിട്ടേ ചോദിക്കുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ വിവരങ്ങളൊക്കെ നമുക്ക് എവിടുന്നാ കിട്ടുക? ഗൂഗിൾ. എന്താണ് സൈറ്റോ? എന്തോ പറഞ്ഞില്ലല്ലോ. എന്താ അല്ല, ആയിക്കോട്ടെ, എന്താ പറഞ്ഞത്? സ്കൂളിൽ നിന്ന്. ഓക്കെ. മറ്റോളൊക്കെ കമന്ന് നടന്ന് ചിരിച്ചിട്, ഒപ്പം നടന്ന് പാരൊക്കെ കട്ടപ്പേടോള്. ഓക്കെ, അപ്പോ നമുക്ക് എവിടുന്നൊക്കെ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുക? ഗൂഗിൾ. രണ്ടാമത്തത് നമ്മളെ ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവും. മാസ്റ്റർ ഇപ്പൊ UG കഴിഞ്ഞു, PG കഴിഞ്ഞു, PhD കഴിഞ്ഞു, എവിടെ വരെ എത്തി? അല്ല, ആളുകള് ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. അത്രയും കേറി പോകുന്ന ആളുകളുണ്ട് ഇതില്. ഓലെ കേൾക്കാരോ നമുക്ക് നമ്മളെ ഈ ഡെവലപ്പിംഗ് ഏജിൽ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരാം. അല്ലെ, രണ്ടിലും ഉണ്ട് കേട്ടോ. ഞാൻ ഒരു വിഭാഗത്തിനല്ല, ആണുങ്ങളെ മാത്രം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ടും ഒരുപോലെ തുല്യരാണ്. എല്ലാത്തിലും ഉണ്ട് അലമ്പും നല്ലതും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് നമ്മളെ പ്രശ്നം. ഇതൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള നോളജാണ്. പലതും നമുക്ക് തെറ്റിദ്ധാരണ ഇതാണ്. പിന്നെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് സൈസ് കൂടാൻ എന്തെങ്കിലും വലുപ്പം ഒക്കെ വഴിയുണ്ടോ? ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നത് ഈ നോളജ്? ഈ വേണ്ടാത്ത വീഡിയോസ് ഒക്കെ കണ്ടിട്ട് 10 മണിക്കൂറും 15 മണിക്കൂർ അങ്ങനല്ല ഇത് ക്ലാസ്. ഓക്കെ, അതായത് അത്രയും പല തെറ്റിദ്ധാരണയായിട്ടുള്ള നോളജ് ആളുകൾക്ക് ഉണ്ട് എന്നാ പറഞ്ഞു തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പല തെറ്റിദ്ധാരണയായിട്ടുള്ള നോളജ് ഇന്നത്തെ സമൂഹത്തിലുണ്ട്. അത് ഇതോടുകൂടി നമുക്ക് മാറണം. ഓക്കെ,